നിങ്ങൾ പാരൻസ് ആണോ? നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ആണോ? അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ബെസ്റ്റ് പാരൻസ് എന്നൊക്കെ ഉണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരാണ് ബെസ്റ്റ് പാരൻ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ബെസ്റ്റ് പാരൻ്റായിട്ട് തീരാനുള്ള സ്കില്ലൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? നമ്മളൊക്കെ ഒരു ആവറേജ് ലെവലിൽ ഇങ്ങനെ പോവാണ്. പക്ഷെ ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ഓഫ് കോഴ്സ് ഉണ്ട്. ബെസ്റ്റ് പാരൻസ് ഇല്ല എന്നുണ്ടെങ്കിലും ടോക്സിക് പാരൻസ് അത്യാവശ്യമുണ്ട്. നമ്മൾ ഈ ടോക്സിക് പാരൻറ്റിങ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പിലും റിലേഷൻഷിപ്പിലൊക്കെ ടോക്സിക് ആയിട്ടുള്ളവരുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ കുട്ടികളെ വളർത്തുന്നതിലുമുണ്ട്. നമ്മൾ തന്നെ അറിയാണ്ട് ചിലപ്പോൾ ടോക്സിക് ആയിട്ട് പോകുന്നവരുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളൊരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ ടോക്സിക് ആണോ നിങ്ങൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സോ വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ചില പാരൻസ് ഉണ്ട്, അവർ പറയുന്നതേ ചെയ്യാവൂ എന്ന് വാശി പിടിക്കുന്ന ചില പാരൻസ് ഉണ്ട് ഈ കുട്ടികളുടെ അടുത്ത്. ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാൻ പാടില്ല, ഞാൻ പറയുന്നതേ കേൾക്കാവൂ, ഞാൻ പറയുന്നതേ ചെയ്യാവൂ, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. അത്രയ്ക്ക് ശാഠ്യം പിടിച്ചിട്ട് കുട്ടികളുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വഴിയില്ലാണ്ട് പാരൻസ് പറയുന്നത് മാത്രമേ കേൾക്കാവൂ, അവർ പറയുന്നത് ചെയ്യാവൂ എന്ന് വളർത്തിയെടുക്കുന്ന ചില പാരൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കുട്ടികൾ വലിയൊരു ട്രോമയിലേക്കാണ് പോകുന്നത്. വലുതാവും തോറും അവരുടെ ക്യാരക്ടർ ബിൽഡാവും തോറും വളരെ ക്യാരക്ടർലെസ് ആയിട്ട് അവർക്ക് എന്ന് പറയാനായിട്ട് അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാണ്ട് വളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. സോ പ്ലീസ് കുട്ടികളുടെ അടുത്ത് നമ്മൾ കുറച്ചൊന്ന് അയഞ്ഞു കൊടുക്കണം. അവർ നിങ്ങളെപ്പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, കുട്ടിയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ശാഠ്യം പിടിക്കാണ്ടിരിക്കുക കുട്ടികളുടെ അടുത്ത്. അവരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ കുട്ടികളെ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറേ പറയുന്ന അവർ കുറേ ചെയ്യുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ അത് ചെയ്യാണ്ടിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാരൻസ് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. ഏതൊരു വ്യക്തിക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും. അവർക്കും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, പ്രൈവറ്റ് ബൗണ്ടറി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പാരൻസ് ഇടിച്ച് കയറുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ചില പാരൻസ് ഉണ്ട്, അവരറിയാണ്ട് അവരെ ഫോളോ ചെയ്യും. പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, എവിടെ എത്തി ചോദിക്കുക, അവരുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ടൈം വരെ ഓക്കെ, അത് ചെയ്യുന്നത് ഓക്കെ. അതും കഴിഞ്ഞിട്ട് ഏതൊരു ഏജിലും അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശമാണ്. ചില പാരൻസിന് ഭയങ്കര അഭിമാനമാണ്, എൻ്റെ മക്കൾ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് പോവില്ല എന്നുള്ളത്. ശരിക്കും അത് സ്നേഹം കൊണ്ടാണോ പേടിച്ചിട്ടാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ചില കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാനേ താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ പേടിച്ച് ചെയ്ത് തരുന്നവരുണ്ട്. ഇങ്ങനെ നമ്മൾ വാശി പിടിക്കുന്നതിലൂടെ ഈ പ്രൈവറ്റ് സ്പേസൊക്കെ നമ്മളിങ്ങനെ കൈയെടുക്കുന്നതിലൂടെ അവർക്ക് നഷ്ടമാവുന്നത് അവരുടേതായിട്ടുള്ള കുറേ പ്രയോറിറ്റീസും അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ ഒരു പ്രൈവറ്റ് സ്പേസ് നിങ്ങൾ എപ്പോഴും കൊടുക്കുക. ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കുട്ടികളുടെ ലൈഫിൽ ഇടിച്ച് കയറാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു അടിമകളെ പോലെ കാണുന്ന ചില പാരൻസും ഉണ്ട്. പബ്ലിക് സ്പേസിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുക. അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ നിന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തോ ബാക്കി കൊളീഗ്സോ അല്ലാന്നുണ്ടെങ്കിൽ ചില ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് പാരൻസ് വളരെ മോശമായിട്ട് ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വെച്ച് മക്കളെ കളിയാക്കുന്ന ചില പാരൻസ് ഉണ്ട്. അവനത് ചെയ്യൂടാ, അവൾ ഇത് ചെയ്യൂടാ, അവൾ ഇത് ചെയ്തു, മറ്റേത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കളിയാക്കും. അവർ എല്ലാവരും കൂടെ ഊക്കുക എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് വേർഡ്സ് ഒക്കെ ഉണ്ടല്ലേ, വട്ടത്തിലിരുന്ന് ഊക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പാരൻസ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെയൊന്നും ദയവേത് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ മക്കളുടെ തെറ്റുകളും ശരികളും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മാത്രം അത് അറിഞ്ഞിരുന്നാൽ മതി. വെറുതെ പബ്ലിക്കിലോട്ട് വലിച്ചഴക്കേണ്ട ഒരാവശ്യമില്ല. കളിയാക്കുക, റൂഡായിട്ട് പെരുമാറുക, ദേഷ്യം പിടിക്കുക. ചില പാരൻസ് സ്പേസ് പോലും നോക്കാണ്ട് ദേഷ്യം പിടിക്കുന്നവരുണ്ട്. ആൾക്കാർ അപ്പുറം ഉണ്ട് എന്ന് പോലും ചിന്തിക്കാണ്ട് ദേഷ്യം പിടിക്കുന്ന പാരൻസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും മോശമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് അവരെ വിളിക്കുക. ഒരു അടിമകളെ പോലെ പെരുമാറുന്ന രീതിയുണ്ട്. അതൊന്നും ചെയ്യാണ്ടിരിക്കുക ദയവ് ചെയ്തിട്ട്. സോ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉള്ള ഒരു പാരൻ്റാണ് നിങ്ങളെങ്കിൽ അതൊന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ്. നിങ്ങളൊരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് എപ്പോഴും നമ്മുടെ കുട്ടികളുടെ അടുത്ത് ചെയ്യേണ്ടത്. ഇനി ഇത്തരത്തിൽ നമ്മൾ ഈ മക്കളെ വഴക്ക് പറയുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒറ്റപ്പെടുത്തുന്ന സമയത്ത്, കളിയാക്കി ചിരിക്കുന്ന സമയത്ത് ഇവർക്ക് കുറേ ഇമോഷൻസ് വരും അല്ലേ? ഇവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവും.
ചില പാരൻസ് ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ചില പാരൻസ് മനസ്സിലാക്കിയാൽ പോലും അവർക്കൊരു ആനന്ദം പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസ്റ്റീജിനെ ബാധിക്കുന്ന പോലെ ഇവർ ഇത് മനസ്സിലാക്കിയാലും തിരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവിൻസിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോറി പറച്ചിലോ അവർ മനസ്സിലാക്കിയിട്ട് ഇഗ്നോർ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻസും വരാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യരാണ് അവർക്കും അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പെരുമാറാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കണക്ക് പറയുന്ന കുറച്ച് പാരൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ നിനക്ക് ചെയ്യുന്നില്ലേ, എനിക്കൊക്കെ എന്തെങ്കിലും ചെയ്തു താടാ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത സമയത്ത് ഇത്രയും ഞാൻ ചെയ്തു തന്നിട്ടും നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്, എന്താ ഇത്രയും ചെയ്തു തന്നിട്ടും എന്തിനാ ഇങ്ങനെ കണക്ക് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ കുട്ടികളാണ് അവർ, അല്ലേ? നിങ്ങൾ അവരുടെ പാരൻ്റാണ്. ആ ഒരു റിലേഷൻഷിപ്പ് പോലും മറന്നിട്ട് ഏതോ ഒരു അന്യരടുത്ത് കണക്ക് പറയും പോലെ നിന്ന് കണക്ക് പറയുന്നവരുണ്ട്. എത്രയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടും അതിന് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരുവിധ വാല്യൂ ഇല്ല കേട്ടോ. വെറും നമ്മൾ ആ കൊടുത്ത കാര്യങ്ങളും ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആയി പോകും. സോ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യൂ, എന്നാൽ ഇത് മേടിച്ചു തരാം, അല്ലെങ്കിൽ 100 മാർക്ക് മേടിക്കുക, അപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് മിണ്ടാം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് കുട്ടികളെ സ്നേഹിക്കുക, കണ്ടീഷൻസ് വെച്ച് സ്നേഹിക്കാണ്ടിരിക്കുക. കുട്ടികളെടുത്ത് നമ്മുടെ മക്കളാണ്, നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ കണക്ക് പറയാണ്ടിരിക്കാനായിട്ട് മാക്സിമം നോക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കുട്ടികളെ ഒരു അടിമകളെ പോലെ അവരെ കൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പാരൻസിൻ്റെ മൈൻഡിൽ എന്തായിരിക്കും എന്നറിയോ? അവരിതൊക്കെ അറിഞ്ഞിരിക്കണം, അവരെന്തോ വലിയ സംഭവമാണ്, അവരിതൊക്കെ അറിഞ്ഞിരിക്കണം, ഈ സ്ട്രഗിൾസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവൻ വലിയ കുട്ടിയായില്ലേ, ഇതൊക്കെ ചെയ്യട്ടെ, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താ അവനിക്ക്, ഞാൻ പറയുന്നത് അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഒരു അഭിമാനം പോലെയാണ്. നിങ്ങൾ മേ ബി അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക, എൻ്റെ കുട്ടികൾ നല്ലതാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ വഴക്ക് പറഞ്ഞിട്ട് നല്ലതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും കുട്ടികൾ നല്ലതാവട്ടെ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണ്? അവരെന്താന്നുള്ളത് മനസ്സിലാക്കുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അവരുടെ നീഡ്സ് മനസ്സിലാക്കുക, ഇമോഷൻസ് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അവർ വിചാരിക്കരുത്. അവർക്ക് നിങ്ങളറിയാത്ത ഒരു സീക്രട്സും ഉണ്ടാവരുത് എന്നൊക്കെ ചിന്തിക്കുന്നതിൽ യാതൊരുവിധ കഴമ്പുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് നിങ്ങൾ കുട്ടികൾക്കും കൊടുക്കാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് പേടിച്ചിട്ടാവും കേട്ടോ. മേ ബി പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ സെൽഫ് വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അച്ഛൻ പറയുന്നത് ചെയ്യാണല്ലോ, അച്ഛൻ പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും അമ്മ അവർ പറയുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടാവില്ല, ഒപ്പീനിയൻസ് ഉണ്ടാവില്ല, അവർക്കേതായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല. എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ വെറും ക്യാരക്ടർലെസ് ആയിട്ട് മാറിപ്പോകും. പ്രത്യേകിച്ച് ഒരു പേഴ്സണാലിറ്റിയോ ഒന്നും ഉണ്ടാവില്ല, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല. ചിലപ്പോൾ ജോലി തിരക്കിന്ന് വരെ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് തീർത്തിട്ട് വരാം, അത് ചെറിയൊരു കാര്യമല്ലേ, ഇത് തീർത്തിട്ട് വരാം, എൻ്റെ ജോലിക്കാരിയാണ്, ഇതാണ് എനിക്ക് പ്രയോറിറ്റി എന്ന് പറയാനുള്ളൊരു ധൈര്യം പോലെ അവർക്ക് ഉണ്ടാവില്ല. അവർ ആ പ്രയോറിറ്റി ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ പറയുന്ന ഒരു സില്ലി കാര്യത്തിന് വേണ്ടി ഓടി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മക്കൾ ഒരു ക്യാരക്ടർലെസ് ആയിട്ട് യാതൊരുവിധ പെർസ്പെക്റ്റീവും ഇല്ലാണ്ട് ഒരു ബോധവും ഇല്ലാണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു റോബോട്ട് പോലെ വളരുന്നതാണോ നല്ലത്? അല്ലാണ്ട് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസിൽ, അവരുടേതായിട്ടുള്ള ഡ്രീംസിൽ ഗോൾസൊക്കെ അച്ചീവ് ചെയ്ത് ചെറിഷ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് വളരുന്നതാണോ നല്ലതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളൊരു ടോക്സിക് പാരൻ്റ് ആവാണ്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക.